ഇമ്പീരിയൽ റീജൻസിയിലേക്ക് പ്രവേശിച്ചു. പോർബന്ദർ. ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കിടുസായിട്ടുള്ളൊരു സ്ഥലം പോലെ തോന്നിയാൽ അകത്ത് കിടന്നപ്പോൾ ഇമ്പീരിയൽ റീജൻസി ഒരു വിശാലമായ നടുത്തളവും അവിടെ ഊഞ്ഞാലും ഇരിപ്പിടങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസാണ്. നല്ലൊരു രാത്രിയിലൊക്കെ ഇരിക്കാൻ നല്ല വൈബിളുള്ളൊരു സ്പേസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇത് ഞാൻ ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെയാണ് ഡീൽ ചെയ്തത്. അപ്പോൾ നേരിട്ട് ഓണറെ ഡീൽ ചെയ്തു. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പൊക്കിയൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഉള്ളിൽ കിടന്നപ്പോൾ ഒരു 8 കെട്ടിൻ്റെ മോഡലൊക്കെ ഉണ്ട്. നല്ല വിശാലമായ ഒരു സ്ഥലമാണ്. Because we continuously ride for 10-20 just hours. Be careful when you're going, na? If you're going to Dwarka also, be careful. Suddenly there is this Nilgai. So Nilgai is a crossbreed of horse and bull. So from nowhere it will just come. In the night they come. We don't drive at night mostly. Outside Kerala, there's a policy that we don't drive at night. By 9. Because at the night, out of nowhere suddenly it will just come. What is that? A bull? It's a crossbreed of bull and horse. Oh. So it is very powerful and it comes with full speed. What's the name? Nilgai. Oh, Nilgai. We saw it in Gir today. Yeah. It's very big. Very big. The look itself is And like... the moment it touches a car also, it damages the car. It damages looks so the car. It is very sturdy and strong. Yeah. So just be careful of that. Okay. Yeah, that's good. Thanks On for the that. way to Dwarka, you will face a lot of. So tomorrow you are going to Dwarka. Yeah, early അപ്പോൾ എന്തായാലും ഓണർ ഫാമിലി കുറച്ചധികം നേരം സംസാരിച്ചു. പുള്ളി ഇന്ന് നമുക്ക് വേണ്ടി മാത്രം ഈ സ്ഥലം മറ്റുള്ള റൂംസൊക്കെ ആർക്കും കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊന്നും ഇവിടെ വരുന്ന കാരണം ഞങ്ങൾക്ക് പ്രൈവസി വേണം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുഖിപ്പിച്ചു. എന്തായാലും വളരെ അവർ ബോംബെയിൽ സെറ്റിൽഡാണ്. ഇങ്ങനെ പല സ്ഥലത്തുള്ള ഹെറിറ്റേജ് ഹവേലികൾ റെൻറ്റിന് കൊടുത്തിട്ട് ദേ ആർ ഇൻ ബോംബെ. അപ്പോൾ പറഞ്ഞൊരു കാര്യം നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളിന്ന് നീൽഗായിനെ ഗീർവനത്തിൽ നിന്ന് കാലത്ത് കണ്ടുല്ലോ. ഈ സംഭവം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതിങ്ങനെ ഓടി വന്ന് വണ്ടികളുമൊക്കെ ഇടിക്കും. ദ്വാരയ്ക്ക് പോണ വഴിയിൽ ശ്രദ്ധിക്കണം. കച്ച് ബെൽറ്റിൽ മൊത്തത്തിൽ ഇതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ അവർ നമ്മളെ ഒന്ന് ഉദ്ബോധിപ്പിച്ചു, ശരിക്കും ഒന്ന് വാൺ ചെയ്തു. അപ്പോൾ നമുക്ക് രാത്രി യാത്ര ഇല്ലാത്തത് നല്ലതാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. അവരും അത്യാവശ്യം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് കുറച്ചധികം നേരം സംസാരിച്ചു. നമ്മൾ ഭക്ഷണത്തിന് ഒരു പേരിന് ക്ഷണിച്ചു. അപ്പോൾ നമ്മൾ സ്നേഹപൂർവ്വം നിരസിച്ചു. അങ്ങനെ ഒരു കുറച്ച് സമയം അവിടെ റിലാക്സ് ചെയ്ത് നിന്നു. ഇതൊരു 100 വർഷം പഴക്കമുള്ള ഹവേലിയാണ്. അതിൻ്റെ ഓണറൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട്. അവരിപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ കൺവേർട്ട് ചെയ്തു, എന്നിട്ട് ബോംബെയിൽ താമസിക്കുകയാണ്. നല്ല നൈസായിട്ടുള്ളൊരു സ്ഥലമാണ്. വാം പ്ലേസ്. വാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ഡിഗ്രി പുറത്തുണ്ട്. പക്ഷെ ഇതിനുള്ളിൽ കയറുമ്പോൾ ഈ പഴയ ഫീലിംഗ് ഒക്കെ ആയിട്ട് റൂംസൊക്കെ ചെറുതാണെങ്കിലും കൺവേർട്ട് ചെയ്ത് മോഡിഫൈ ചെയ്ത് റെനോവേറ്റ് ചെയ്ത് നന്നായിട്ട് എല്ലാം ബാത്റൂമൊക്കെ ഉപയോഗിച്ച് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് മുന്നിലെ കോട്ടയാടാണ്. അപ്പോൾ വൈകുന്നേരം വെയിൽ താഴുമ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങാം, ബീച്ചിലൊക്കെ ഒന്ന് പോവാം. ആദ്യം മഹാത്മാഗാന്ധിയുടെ കീർത്തി മന്ദിർ, കസ്തൂർബയുടെ ഹൗസ്, അത് കഴിഞ്ഞ് പോർബന്ദർ ബീച്ചിൽ പോവാം. പിന്നെ സുദാമ ക്ഷേത്രം ഉണ്ട് ഇവിടെ. ലോകത്ത് തന്നെ അങ്ങനെ ഒരു ക്ഷേത്രമുള്ളൂ എന്ന് പറയുന്നു. സോ കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് ചെയ്യാം. हॉस्पिटैलिटी में गुजरात कोशिश करते हैं. So thank you. We love your hospitality. हाँ, खाना खा लिया? हाँ, लंच खा लिया. हम रास्ते से कतियावाड़ी थाली, गुजराती थाली में. शाम को घर आई मेरे घर. पर्सनल हॉस्पिटैलिटी. That's so kind of you. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്തു. കാരണം പുറത്ത് വെയിലിങ്ങനെ തിളക്കുകയാണ്. അപ്പോൾ റൂമിലിങ്ങനെ എ സിയിലിരിക്കുമ്പോൾ നല്ല സുഖമുണ്ടല്ലോ. എന്തായാലും 5 മണിക്ക് ഇറങ്ങി നമ്മൾ കീർത്തി മന്ദിറിലേക്ക് നടക്കുകയാണ്. നല്ല തിരക്ക് പിടിച്ച ഒരു റോഡാണിത്. കസ്തൂർബ റോഡ് എന്നാണ് പേര്. 900 മീറ്റേഴ്സ് ഉള്ളൂ നമ്മുടെ ഹോട്ടലിൽ നിന്ന്. അങ്ങനെ നമ്മൾ കീർത്തി മന്ദിറിലെത്തി. ഇത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം, അതായത് ജനിച്ച വീടും അതോടൊപ്പം തന്നെയുള്ള ഒരു മ്യൂസിയം. ഇപ്പോൾ പോർബന്ദറിലെ കീർത്തി മന്ദിർ എന്ന ഗാന്ധിജിയുടെ നാഷണൽ മെമ്മോറിയലിന് 2 പാർട്ടുണ്ട്. നേരെ കാണുന്നതാണ് മെമ്മോറിയൽ പാർട്ട്. അതിൽ പല വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് പൂജ്യ കസ്തൂർബ ഗാന്ധി പുസ്തകാലയ. ഇതൊരു നടുമുറ്റത്തിന് ചുറ്റും അങ്ങനെ ചെയ്തിട്ടുള്ള നല്ലൊരു സ്ട്രക്ചറാണ്. പക്ഷെ ഇതിലെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ഗാന്ധിജിയുടെ ജന്മഗൃഹം, ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാ ഗാന്ധിജി. ഇവിടെയാണ് ഗാന്ധിജി ജനിച്ചതും 7 വയസ്സുവരെ ജീവിച്ചതും.
ഗാന്ധിജി ജനിച്ച ഇടം എന്ന് പറയുമ്പോൾ അത്രയും പരിപാവനമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. അപ്പോൾ നമ്മളിങ്ങനെ കടക്കുമ്പോൾ ഒരു ഓഡിയോ ഗൈഡിന് വേണ്ടിയുള്ള ഒരു സ്കാനർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഹവേലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കേട്ടുകൊണ്ട് ഇത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പാരൻസിൻ്റെ ചിത്രങ്ങൾ. ഇനിയാണ് ഏറ്റവും ഇതിലെ സേക്രഡ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നത്. ഗാന്ധിജി ജനിച്ച ആ സ്ഥലം സ്വസ്തിക മാർക്കിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഇതൊരു 3 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സ് ഒക്കെ നല്ല കഷ്ടപ്പാടാണ്. നല്ല ഹൈറ്റും ഉണ്ട്, വളരെ ഇടുങ്ങി അങ്ങനെ ഒരു രീതിയാണ്. പഴയ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ. ഇത് 1777 അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഹർജീവൻ ദാസ് ഗാന്ധി വാങ്ങിയതാണ്. താഴെ ഓപ്പൺ ഏരിയയിൽ സ്ത്രീകളിരുന്ന് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂമുകളിലൂടെ കടന്നു പോകുമ്പോൾ ചുമരൊക്കെ പഴയ പെയിന്റിങ്സ് ബാക്കി ഉണ്ടായിരുന്ന രീതിയിൽ ഇങ്ങനെ പെയിന്റ് അടന്നാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് റെനോവേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പഴമയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഈ ഹവേലിയിൽ ആകെ 22 മുറികളാണുള്ളത്. ഓരോ മുറിയിലും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ അത് ഓഡിയോ ഗൈഡിനുള്ള സ്കാനറും വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെൽ പ്രിസർവ്ഡ് പ്ലേസ്. അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ മുറിയിലൂടെയും കടന്ന് വിശദമായി തന്നെ ഗാന്ധിജിയുടെ ജന്മസ്ഥലം കാണുകയാണ്. ഇറ്റ്സ് വൺസ് ഇൻ എ ലൈഫ് ടൈം തിങ്. നമുക്കങ്ങനെ എപ്പോഴും വരാൻ സാധിക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ വിശദമായി തന്നെ കാണുകയാണ്. ഒരു ഗാന്ധിയൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണല്ലോ. അവിടെ ഇരുന്ന് നമ്മുടെ പടം എടുക്കുന്നുണ്ട്. നൈസ്. ഇത് നല്ലൊരു സ്റ്റൈലൻ ഹവേലി തന്നെയാണ്. കാരണം ഗാന്ധിജിയുടെ ഫാമിലി വളരെ എഫ്ലുവൻറ്റ് ഫാമിലി ആയിരുന്നു നമുക്കറിയാം. ഗാന്ധിജിയുടെ അച്ഛൻ കരംചന്ദ് ഗാന്ധി ആവട്ടെ, അങ്കിളാവട്ടെ, പോർബന്ദറിലെ ദിവാൻമാരായിരുന്നു അവരൊക്കെ. അപ്പോൾ അതിനുശേഷം 7 വയസ്സുള്ളപ്പോഴാണ് ഇവിടെ നിന്ന് രാജ്കോട്ടിലേക്ക് താമസം മാറിയത്. ഈ ഹവേലിയുടെ ചുമരുകളിൽ ഗുജറാത്തിൻ്റെ പ്രത്യേകമായ മ്യൂറൽ ആർട്ട്, ഈ പച്ചിലകളൊക്കെ ഉപയോഗിച്ചുള്ള അത് ഇവിടെ ഈ മുകളിലെ നിലയിൽ കുറേയും കൂടി ഭംഗിയായിട്ട് കാണാം. പാരറ്റ്സ് ആൻഡ് പീകോക്സ്, അങ്ങനെ ഫ്ലോറൽ ആർട്ടാണ് അധികം. ഇറ്റ്സ് നൈസ് ഈവൻ നൗ. നമുക്കിവിടെ നോക്കുമ്പോൾ കീർത്തി മന്ദിർ നല്ല കീർത്തിയോടെ തലയുയർത്തി നിൽക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഗാന്ധിജിയുടെ വീട് കണ്ട് താഴെ ഇറങ്ങി ഇനി മ്യൂസിയം കാണാമെന്ന് വെച്ചപ്പോഴാണ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് മ്യൂസിയം 7 മണി വരെ ഓപ്പൺ ആണ്, പക്ഷേ കസ്തൂർബ ഗാന്ധിയുടെ വീട് 6 മണിക്ക് അടയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നീകൂടെ ഒരു വഴിയും പുള്ളി തന്നെ കാണിച്ചു തന്നു. മെയിൻ റോഡിൽ കൂടെ പോയാൽ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നിലൂടെ ഇങ്ങനെ ഇറങ്ങി ഓടാണ്. അപ്പോൾ ഗാന്ധിജി ആ കാലത്ത് ഇങ്ങനെയായിരുന്നു കസ്തൂർബ ഗാന്ധിയെ കണ്ടുപിടിച്ചത്. കസ്തൂർബ ഗാന്ധി മെമ്മോറിയൽ തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 240 മീറ്ററേ ഉള്ളൂ. ഇത് ഒരു കളിക്കൂട്ടുകാരായിരുന്നിരിക്കണം. അപ്പോൾ ഇത് കുറച്ചും കൂടി പഴയതായിട്ട് തോന്നും. അതിൻ്റെ ഒരു പ്രിസർവേഷൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം. പക്ഷേ ഇതും ഒരു നല്ല മൾട്ടി സ്റ്റോറി ഹവേലിയാണ്. ചുമരുകളിൽ ചിത്രങ്ങളുടെ ബാക്കിയുണ്ട്. ഒരുപാടല്ലെങ്കിലും ഇവിടെയും നിഷും ഭംഗിയുള്ള അലങ്കാരപ്പണികളും മറ്റൊക്കെ ഉണ്ട്. ഫോട്ടോസ് ഉണ്ട് ചുമരുകളിൽ, ആൻസിസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ 2ാം നിലയിൽ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. വീഡിയോഗ്രാഫി അത്ര അലൗഡ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ നിർത്തി. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഈ കാഴ്ച പകർത്താതിരിക്കാൻ പറ്റിയില്ല. ഇത് എന്തുകൊണ്ട് ഈ മുഖ്യ വഴിയിൽ ഈ മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് ടോയ്ലറ്റാണ് കാണാതെ അടഞ്ഞു കിടക്കുന്നത്? എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭീകരമായ പ്രാകൃതമായ തോട്ടി സമ്പ്രദായം, സമ്പന്നരുടെ മലം ചുമക്കേണ്ട ദരിദ്രരുടെ അവസ്ഥ, ഇതൊക്കെ കുട്ടിക്കാലം മൂലം നേരിട്ട് കണ്ടു അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും ഗാന്ധിജി ഇതിനെതിരെ ശക്തമായി പോരാടിയതും അവരെപ്പോഴും സംരക്ഷിച്ചിട്ടുള്ളതും. എന്തായാലും ഇതൊരു പ്രത്യേക കാഴ്ചയായിരുന്നു. കാഴ്ച മാത്രമല്ല, ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ രാജ്യം എന്തായിരുന്നു, ഇപ്പം എന്താണ്, എന്തായി നിലനിൽക്കണം എന്നൊക്കെ. അങ്ങനെ കസ്തൂർബ ഹൗസിൽ നിന്ന് തിരിച്ച് കീർത്തി മന്ദിറിൽ നടക്കുമ്പോൾ ഈ യോഗ ചേച്ചിമാർ പിടിച്ചു നിർത്തി. കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. നമ്മൾ സന്തോഷത്തോടെ ചെയ്തു. എന്തോ അവർക്കൊരു സന്തോഷമാവട്ടെ, നമുക്ക് സന്തോഷം. അങ്ങനെ കീർത്തി മന്ദിറിലേക്ക് തിരിച്ചെത്തി. ഇത് 1950 സർദാർ വല്ലഭായ് പട്ടേൽ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്ത മന്ദിരാണെങ്കിലും 1947 തന്നെ ഇതിനുള്ള ഫൗണ്ടേഷൻ ഇട്ടിരുന്നു. നല്ല ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണിത്. വളരെ സമഗ്രമായിട്ട് ഗാന്ധിജിയുടെ ജീവിതം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം ചിത്രങ്ങൾ, അപൂർവ ചിത്രങ്ങളുണ്ട്. അതുപോലെ രേഖകൾ, ഗാന്ധിജി ഒപ്പിട്ട ചില പ്രമാണങ്ങൾ, ഈ വീടിൻ്റെ അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസിൻ്റെ പ്രമാണം പോലെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഗാന്ധിയൻ ചരിത്രത്തിലൂടെ ഒരു ചിത്രയാത്ര. ഗാന്ധിജിയുടെ ബർത്ത് സെന്റിനറി സ്റ്റാമ്പ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരും ഒരിക്കലെങ്കിലും കാണേണ്ട ഒന്നാണ് കീർത്തി മന്ദിർ. 79 അടി ഉയരമുള്ള ഈ മന്ദിരം ഗാന്ധിജിയുടെ 79 വർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മതസമന്വയത്തെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ മന്ദിരത്തിൽ എല്ലാ മതങ്ങളുടെ ആർക്കിടെക്ചർ ശൈലി സമന്വയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കീർത്തി മന്ദിർ കണ്ട് നല്ല സന്തോഷത്തോടെ പുറത്തിറങ്ങി. തൊട്ടപ്പുറത്ത് മഹാത്മാഗാന്ധി റോഡ്, അവിടെ ഗാന്ധിയുടെ പ്രതിമയുണ്ട്, മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോർബന്ദറിൻ്റെ ഈ തിരക്ക് പിടിച്ച് ഈ മാർക്കറ്റിനിടയിലുള്ള ഈ ജംഗ്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു പ്രതിമയാണ് ഗാന്ധിജിയുടേത്. സ്വന്തം ജന്മനാട്ടിൽ, ജന്മനാടിൻ്റെ വീടിൻ്റെ അടുത്ത് ഇത്ര പോരായിരുന്നു ഗാന്ധിജിയുടെ പ്രതിമ എന്ന് തോന്നി. പ്രതിമയിലല്ല ഗാന്ധിസമെങ്കിലും. പോർബന്ദർ മാർക്കറ്റ് നല്ല ബസ്ലിംഗ് ആൻഡ് ബിസി ആയിരുന്നു. സ്ത്രീകളാണ് അധികവും കച്ചവടക്കാർ. വീട്ടിലുണ്ടാകുന്ന ചാമ്പയ്ക്ക മുതൽ എല്ലാ ഫ്രൂട്ട്സും ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ പോർബന്തറിൽ നമ്മൾ ഇന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ നഗരത്തിലൂടെ നടക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഈ നഗരവഴികൾ ഇത് മാർക്കറ്റിൻ്റെ ഏരിയയൊക്കെയാണ്, നല്ല തിരക്കുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ സുധാമപുരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടെന്ന് കേട്ടു. ഒരു 750 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ നടക്കാമെന്ന് വെച്ചു. ഒരു ഹെറിറ്റേജ് വാക്ക് പോലെ ആവുന്ന ഒരു നല്ലൊരു ക്ലോക്ക് ടവർ ഒക്കെ കണ്ട് നല്ല തിരക്കാണ്. പലതരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ശ്രീ സുധാമപുരി. അത് വായിക്കാൻ പറ്റില്ലേ, ഗുജറാത്തിയാന്ന് തോന്നുന്നു. ധാം എന്ന് കണ്ടു. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഒരു ശാന്തത, ഉള്ളിൽ നല്ല ശാന്തതയുണ്ട്. പക്ഷേ നിറയെ ജനങ്ങളുണ്ട്, ഗ്രീനറി ഉണ്ട്. ഇവിടെ ഇതേ കുറച്ച് എൽഡേഴ്സ് ക്ലബ്ബ് പോലെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ പ്രാണായാമം ചെയ്യുന്നുണ്ട്, സ്വറ പറഞ്ഞിരിക്കുന്നുണ്ട്. സ്ത്രീജനങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ വരുന്നുണ്ട്. ഇത് സത്യത്തിലൊരു ദേവീ ക്ഷേത്രമാണെന്ന് വിചാരിച്ചത്. പക്ഷേ മനസ്സിലായത് ഒരു കുചേല ക്ഷേത്രമാണ്. സുധാമ എന്നുള്ള കുചേലൻ്റെ പേരാണ്. കുചേലൻ്റെ ജന്മസ്ഥലമാണ് അത്രേ പോർബന്ദർ. അപ്പോൾ കുചേലന് വേണ്ടി ഏക മേജർ ടെമ്പിളാണ് ഇത് ലോകത്തുള്ളത്. ഒരു സിമ്പിൾ, വളരെ ലളിതമായിട്ട്, കുചേലനായതുകൊണ്ടാകാം വലിയ ഏച്ചുകെട്ട എടുപ്പുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ളത്. റൈറ്റിൽ കൃഷ്ണൻ കുചേലനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമ കാണാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ഷേത്രം 1900 പണിതതാണ്. ഇതാണ് ഇതിലെ രസകരമായ കാര്യം. ഇതെന്താണ് ഇവിടെ ഇങ്ങനെ അമ്പലത്തിന് മുമ്പിൽ സ്ത്രീകളും ഇടയ്ക്ക് പുരുഷന്മാരും ഉണ്ട്, ഇങ്ങനെ ഇതിൽ കയറി കളിച്ചുകൊണ്ടിരിക്കണേന്ന് നിങ്ങളിങ്ങനെ വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളിരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. കൂട്ടമായിരുന്ന് സമൂഹഗാനം ആലപിക്കുന്ന രീതിയിൽ ഭജൻസും കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ പാർക്കിൽ പിള്ളേർ കളിക്കുന്ന പോലെ സ്ത്രീകൾ, ഇടയ്ക്ക് ചില പുരുഷന്മാരും ഇങ്ങനെ ഈ മെയ്സിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. രസമാണ് ഇത്, കണ്ടു നിൽക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് ഒരു ചായ കൊണ്ടുവന്ന ആളോട് ചോദിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഈ മെയ്സ് ഒരറ്റത്തു നിന്ന് കടന്ന് മറ്റേ അറ്റം വരെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും നശിക്കത്രേ. പാപനാശകമാണ് ഈ ഒരു മെയ്സ്. എത്ര ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങൾ. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള ആചാരങ്ങളാണ് ഓരോ സ്ഥലത്തുള്ളത്. ഒരു ടെമ്പിളിലും കാണാത്തൊരു സംഭവമാണിത്. हिंदी में मालूम नहीं, केरला में मालूम होता। हाँ। तो ये मोबाइल में वहाँ आप बता देगा और टच करेगा ना तो केरला में। वो करेंगी। आप तो इधर की है ना, तो आपसे ये सुदामा और कृष्ण मिल के बनाए परिक्रमा है, 4 धाम की यात्रा का पुण्य मिलता है, जो फल मिलता है। चारधाम यात्रा का पुण्य मिलता है। इसी से हाँ, इतनी आसान हो गई ना। वो मोबाइल में आप टच करेगा दीदी तो वो बता दे, अपन तो जो केरला में आ जाएगा लिखा हुआ। പുള്ളി നമ്മളോട് പറയാണ്, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കിട്ടും, കേരളത്തിൽ വരുന്നു. കേരളം എന്ന് പുള്ളി ഉദ്ദേശിച്ചത് മലയാളം എന്നാണ്. കണ്ട വശം ചോദിച്ചു കേരളത്തിൽ നിന്നാണല്ലോ എന്ന്. അപ്പോൾ നമ്മളെ കണ്ട എവിടെയായാലും മനസ്സിലാവുമായിരിക്കും. ഇവർ പറയുന്ന ഹിന്ദി കുറച്ചൊരു ഗുജറാത്തി കലർന്നതാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുമെന്ന് നമ്മളോടാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നേരം ചേച്ചിമാരുടെ പാട്ടൊക്കെ കേട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പാർക്കിങ്ങിൽ പോയി കാറെടുത്ത് നമുക്ക് നേരെ ബീച്ചിലേക്ക് പോവാം. നമുക്ക് നേരെ നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി സൂര്യാസ്തമയം കാണുന്നുണ്ട്. ബീച്ച് തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിൽ പോവാം. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഒരു അവസ്ഥ കണ്ട, ഇങ്ങനെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഈ മാതിരിയുള്ള വണ്ടികൾ കാണും. നമ്മുടെ കേരളത്തിൽ മാത്രമേ മോഡിഫിക്കേഷൻ ഒരു പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു. സമയം 7 ആവാറായി. നമ്മൾ വണ്ടി എടുത്ത് നീങ്ങാണ്. പക്ഷേ കണ്ടോ, വെളിച്ചം കണ്ടോ ചുറ്റും. ഇവിടെ 7 മണിക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് സൺസെറ്റ്. ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത്, വണ്ടി നിർത്തി പോയിട്ട് ഒരാളും ടിക്കറ്റ് ചോദിച്ചു വന്നില്ല, ടിക്കറ്റും കൊണ്ടുവന്നില്ല. ബാക്കി എല്ലായിടത്തും വണ്ടി നിർത്തിയാണ് നീങ്ങുമ്പോഴേക്കും 50-100 ഒക്കെ ആയിട്ട് റോട്ടിലിട്ടാലും ആരെങ്കിലും വന്ന് 100-50 വാങ്ങും. അപ്പോൾ ഇവിടെ അത് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ സ്റ്റാച്യു കണ്ടപ്പോൾ നമുക്ക് വിഷമമായി എന്ന് പറഞ്ഞല്ലോ. ഈ ഗുജറാത്ത് എന്ന് പറയുന്നത് വമ്പൻ സ്റ്റാച്യുകൾക്ക് പ്രസിദ്ധമാണ്. 800 അടി വരെ ഉയരമുള്ള ഏറ്റവും വലിയ സ്റ്റാച്യു ഒക്കെ 3000 കോടി മുടക്കി പണിതിട്ടുള്ള നാട്ടിൽ ഗാന്ധിജിക്ക് ഒരു വലിയ സ്റ്റാച്യു എവിടെയും ഇല്ല. മനഃപൂർവ്വമുള്ളൊരു തമസ്കാരം തന്നെയാണത്. അപ്പോൾ നല്ലൊരു രസികൻ ഡ്രൈവിംഗ് സൺസെറ്റ് കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ചൗപ്പത്തി ബീച്ചിലെത്തി. ഇതൊരു 1 കിലോമീറ്റർ ചില്ലറേ ഉള്ളൂ. നല്ല വാക്ക് വേ ഒക്കെയുള്ള വിശാലമായ സ്ഥലം. ഓൺ ടൈം നമ്മളെത്തി. ഇവിടെ പോർട്ടിലെ പോർബന്ദർ പോർട്ട്, പോർബന്ദർ പോർട്ടാണോ അത്? മീനിന്റെ മണല്ലേ? ചീഞ്ഞ മീൻ്റെ മണം. പക്ഷെ ഇതെല്ലാം വെച്ച മീനിന്റെ മണം. ഇതെവിടെയോ വെച്ച മറന്ന മീൻ്റെ മണം. അയ്യോ, എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം മീൻകറി കണ്ടിട്ടില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. ബീഫ് കണ്ടിട്ടില്ല, ചിക്കൻ റോസ്റ്റ് കണ്ടിട്ടില്ല, ഓൺലി KFC കണ്ടത്. പിന്നെയൊക്കെ ഗുജറാത്തി കത്തിയവാർ താലി മീൽസ് പ്യുർ വെജ് മോഡിലാണ് ഇപ്പൊ ഓടണത്. അത് വയറൊക്കെ നല്ല സ്മൂത്തായി, കൂടി മൊബൈൽ മൂവ്മെന്റ് കറക്റ്റ് ആയില്ലേ. അങ്ങനെ പുലർച്ചെ 4:30 തുടങ്ങിയ ഒരു തിരക്കിട്ട ദിവസത്തിന് ശേഷം പോർബന്ദർ ബീച്ചിൽ ഒരു ശാന്തമായ സായാഹ്നം. പോർബന്ദർ പോർട്ട് കാണുന്നുണ്ട്. അതുപോലെ നല്ല ഗോൾഡൻ സാൻഡ്സ് ഒക്കെ ആയിട്ട് വളരെ ഫേമസ് ആണ്. നല്ലൊരു വാക്ക് വേ, ഒരു പ്രോമനേഡും ഉണ്ട് ഇവിടെ. അവിടെ ലോക്കൽസ് മീൻ പിടിക്കുന്നുണ്ട്. മീനൊക്കെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകണോ ചേട്ടാ? ഒരു വലിയ ചാക്കും വെച്ചിരുന്ന അതിലേക്ക് അച്ഛൻ കൊണ്ടുവന്ന മീനൊക്കെ ഇടുന്നുണ്ട്. ഇവരെ വീട് എവിടെയാണാവോ? വീട്ടിലൂണ് ബോർഡുണ്ടാ?
ഇവരായിരുന്നു. ദേവനെ പിടയ്ക്കണ മീൻ, പിടയ്ക്കണ മീൻ തന്നെ ഇടത്തരം, ആരും കുഴപ്പമില്ല. ഫ്രഷ് മീൻ അങ്ങനെ കുറേ നേരം അത് കണ്ടു നിന്നു. അങ്ങനെ കടലിനോട് മല്ലടിച്ച് അന്നത്തെ അപ്പല്ല മീൻ കിട്ടി. അത് കൊണ്ട് കറി വെച്ച് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ മീൻ ഇവിടെ ധാരാളമായിട്ട് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മീൻ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ആഗ്രഹം തോന്നി. ഇവിടെ ആ വലയിലൊരു പഫർ ഫിഷ് കുടുങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ വലയിൽ കടിച്ച് പിടിച്ച് ഇങ്ങനെ വീർപ്പിച്ച് കൊണ്ടിരിക്കുകയാണ്, ബലൂൺ ഫിഷ്. അപ്പോൾ അത് കാരണം വളരെ വല കീറണ ഒരു സാധനമാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അടുത്തടുത്ത് ചെല്ലുന്നുണ്ട് മീൻ വല്ലതും കിട്ടുമോ നോക്കാനായിരിക്കും. പക്ഷെ അത് ഇവർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. തീരത്തുടനീളം ചെറുതും വലുതുമായിട്ട് ധാരാളം ക്ഷേത്രങ്ങൾ കാണാം. അങ്ങ് അകലെ ഒരു മുസ്ലിം പള്ളിയും കാണാം. ഇവിടെ ഒരുപാട് ആളുകൾ ഈ സൂര്യാസ്തമയം കണ്ട് ഇങ്ങനെ കടൽക്കാറ്റായിട്ട് ഇരിക്കാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ പോർട്ടിൻ്റെ നല്ലൊരു കാഴ്ച. ഇനി കുറച്ചും കൂടി രാത്രിയാകുമ്പോൾ ലൈറ്റപ്പ് ചെയ്യുമായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ മീൻ കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നി. ഫുഡ് എന്തെങ്കിലും കഴിക്കണം എന്തായാലും. അപ്പോൾ എന്തെങ്കിലും ഫിഷ് മീൽസ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നടത്താണ്. അങ്ങനെ നടക്കുമ്പോഴാണ് അപ്പുറത്ത് മച്ചലി എന്നൊരു ബോർഡ് കണ്ടത്. മച്ചലി എന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ അങ്ങോട്ട് വന്നു. Baduli. Where are you from? കേരള. Kerala. Tea hai, tea. Okay, what is the leaf and all that they are doing? Yes. ये क्या पत्ते हैं इसमें? पान है इधर? पान सुपारी. वो शाम नहीं पान आओ पान. Seafood etc. Fish. Fish नहीं, only fish. Only pure veg. Pure fish. पनीर का सब्जी मिलेगा ताजी. ये सारी की सारी प्योर वेज है. हाँ इधर प्योर वेज मिलेगा. तो वेज नॉन वेज खाने का वो हेलमेट है ना. इधर? वो हेलमेट है ना. हाँ 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 तो ये साइड पूरा नॉन वेज. हाँ हाँ. ये साइड पूरा आप देख हाँ फिश मिलेगा, चिकन, मटन. അപ്പോൾ ഫിഷ്, മട്ടൺ, ചിക്കൻ എന്നൊക്കെ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ആഞ്ഞു നടന്നു. അത് പറയുന്നത് ഈ വഴിയിൽ മുഴുവൻ പ്യുവർ വെജാണ്, ഈ വഴിയിലാണ് നോൺ വെജ്. അപ്പോൾ ശരി, എന്നാൽ ആ വഴിയിലേക്ക് പോകാം. അങ്ങനെ ആഞ്ഞു പിടിച്ച് നടന്നു. അപ്പോൾ ഇത് കാണുന്നത് മുഴുവൻ നോൺ വെജ് തട്ടുകടകളാണ്. അപ്പോൾ നമ്മളങ്ങനെ തപ്പിയെടുത്ത് വരുമ്പോൾ ഓസ്റ്റിൻ വേറെ വഴിക്ക് നോക്കാൻ പോയിരുന്നു. അവനും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. അപ്പോൾ അവരുടെ ഐസ് ബോക്സിൽ നിന്ന് നല്ല ചെമ്മീനും ഫിഷും നോക്കിയൊക്കെ സെലക്ട് ചെയ്തെടുത്ത് നന്നായി ക്ലീൻ ചെയ്യിച്ച് നിന്ന് കഴിച്ച്. കാരണം ഇത് സ്ട്രീറ്റ് ഫുഡാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്ക് ഇനി ഒരുപാട് ദിവസം യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം സൂപ്പർവൈസ് ചെയ്ത് അവരെ കൊണ്ട് പറഞ്ഞുണ്ടാക്കിക്കുന്ന പോലെ എല്ലാം ഹൈജീനിക്കല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിച്ച് നമ്മൾ കഴിക്കാൻ വെയിറ്റ് ചെയ്യാണ്. ഓയിലി Already the contract in here. അപ്പുറത്തുനിന്ന്. ഓ ഇത് പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റിലെത്തി. അടിക്കാം. അപ്പോൾ എന്തായാലും കുഞ്ഞിച്ചെമ്മീനും നല്ല സോഫ്റ്റ് ഫിഷായ കാരണം 10 മിനിറ്റിലെല്ലാം പ്രിപ്പയർഡായി. നല്ല ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. അത്യാവശ്യം ഓയിൽ കൂടുതലുണ്ട്, ബട്ട് ഇറ്റ്സ് ടേസ്റ്റി. കുറേ നാളായി മീൻ കഴിച്ചിട്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കഴിച്ചിട്ടില്ല. സോ എല്ലാവർക്കും നല്ല സന്തോഷം. വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ആഗ്രഹങ്ങൾ തോന്നി. കുറച്ച് ക്ലോത്ത്സൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മനുഷ്യന് വിശപ്പ് മാറുമ്പോഴാണല്ലോ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് വസ്ത്രനിർമ്മാണത്തിന് വളരെ പ്രശസ്തമാണല്ലോ. ഗുജറാത്തിലാണല്ലോ നമ്മൾ. അപ്പോൾ സൂറത്തും പോർബന്തറും നമ്മളും അവിടെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ നടന്നപ്പോൾ നല്ല ഷോപ്സൊക്കെ കണ്ടിരുന്നു. അപ്പോൾ 1-2 സ്ഥലങ്ങളിലൊക്കെ കയറി. പക്ഷേ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് വ്യത്യാസമൊന്നും തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ്. ഫാമിലി ട്രാവൽ ഡ്രീംസ് പറയണത് ഭയങ്കര ലാഭമാണ് ഇവിടെ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഗുജറാത്തിൽ പോർബന്തറിൽ വന്നപ്പോൾ ഒരു ഈവനിങ് കിട്ടിയത് പോർബന്തറിൽ മാത്രമാണ്. കേരള. അപ്പോൾ അങ്ങനെ നോക്കി 1-2 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി നോക്കി. അപ്പോൾ ചിലയിടത്തൊക്കെ ഫിക്സ്ഡ് പ്രൈസ് ആണ്. വലിയ ലാഭം തോന്നുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഒക്കെ തന്നെ രീതിയാണ് ഒക്കെ. സ്പീക്ക് മലയാളം. इंग्लिश तो सब में चलता है. हमारे गुजराती है तो गुजराती और हिंदी. हिंदी ज्यादा आती नहीं है. फैमिली के साथ घूमता है. अच्छा है. इंडिया, सारी इंडिया देखने के पूरा लिए. इंडिया. इंडिया देखना चाहिए ना. മദർ ഇന്ത്യ. इंडिया देखना चाहिए. പുള്ളി പറയുന്നത് ഇവിടെ കുറേ മലയാളികളുണ്ട്. ഇവിടെയുള്ള സ്കൂൾസ്, സെയിൻറ്റ് ജോസഫ്സ് അങ്ങനെയൊക്കെയുള്ള പള്ളിയുടെ സ്കൂളുകളിൽ ഒക്കെ ടീച്ചേഴ്സായിട്ടുള്ള മലയാളികൾക്ക് ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സ് എടുക്കണേന്നാണ് പറയുന്നത്. അപ്പോൾ മലയാളികളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ധാരാളം നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നൈസ്. പോർബന്തറിൽ വന്ന് അങ്ങനെ ഒരു കേരള കണക്ഷൻ കേട്ടപ്പോൾ സന്തോഷം.
അപ്പം നേരം അത്യാവശ്യമായി 10-10:30 അപ്പോൾ ഓസ്റ്റിൻ കാറിൽ കിടന്ന് ഉറങ്ങാണ് നമ്മുടെ ഷോപ്പിംഗ് കഴിയിട്ടെന്ന് വെച്ചിട്ട്. നല്ല ക്ഷീണമാണല്ലോ. കാലത്ത് നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയതാണ്, സോമനാഥിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറ്റ്സ് എ ലോങ് ഡേ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പളപളപ്പൻ വസ്ത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ വേഗം ഹോട്ടലിലേക്ക് പോവാണ്. ആൻഡ് നാളെ നമുക്ക് നേരത്തെ ദ്വാരകയിലേക്ക് പോകണം. സോ ഗുഡ് നൈറ്റ്, സീ ടുമോറോ.